കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ദേവകീ ദേവിയുടെ 6 മക്കളെ കംസൻ നിഷ്കരുണം വധിച്ച ഭാഗം വരെയാണ്. ഇത് വൈശാഖമാസമാണ്. വൈശാഖമാസം 1-ാം തീയതി മുതൽ നമ്മൾ ഭാഗവതം കഥാരൂപത്തിൽ കുറേശ്ശെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കംസൻ്റെ ഈ ദുഷ്ടപ്രവൃത്തിയാണ്. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ആ കാലത്ത് ദേവകീ ദേവിക്ക് 7ാമത്തെ ഗർഭം വന്നു തികയുകയാണ്. പിറക്കാൻ പോകുന്ന ആ കുഞ്ഞിൻ്റെ ദുർഗതി ഓർത്ത് ദേവകിയും വസുദേവരും കരയുകയാണ്. ഭഗവാൻ അവതരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് തൻ്റെ കൽപ്പമായ സർപ്പേശ്വരൻ അവതരിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് ആ സമയത്ത് ദേവകീ ദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്നത് അനന്തനായിരുന്നു. അതായത് 7ാമത്തെ ഗർഭത്തിൽ, ദേവകീ ദേവിയുടെ 7ാമത്തെ ഗർഭത്തിൽ ആ സമയം ഉണ്ടായിരുന്നത് ആരാണ്? അനന്തനായിരുന്നു. ഇന്ദിരാവല്ലഭൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുകയാണ്. എന്നിട്ട് തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്ന, താൻ തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിഷ്ണുമായയോട് ഭഗവാൻ ഇങ്ങനെ കൽപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ അല്ലയോ ഭവതി, അവിടുന്ന് ഒരു കാര്യം ചെയ്യണം. ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനും ധർമ്മത്തെ രക്ഷിക്കുന്നതിനും അധർമ്മികളെ നശിപ്പിക്കുന്നതിനും വേണ്ടി നാം എല്ലാവരും തന്നെ ഇപ്പോൾ മനുഷ്യരായി ജനിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ഇപ്പോൾ തന്നെ പോവുകയും മധുരാപുരിയുടെ കാരാഗ്രഹത്തിൽ കഴിയുന്ന വസുദേവ പത്നിയായ ദേവകിയുടെ ഉദരത്തിൽ കിടക്കുന്ന അനന്താംശമായ ആ പ്രജയെ ആകർഷിക്കുകയും വസുദേവരുടെ തന്നെ മറ്റൊരു വധുവായ രോഹിണിയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യണം. പുറകെ ഞാനും എൻ്റെ പൂർണ്ണ കലാംശങ്ങളോടും കൂടി ആ പുണ്യവതിയിൽ അവതരിക്കുന്നതാണ്. ഇങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു യോഗമായയോട് പറയുന്നു. എൻ്റെ അവതാരത്തോടൊപ്പം ആ മുഹൂർത്തത്തിൽ തന്നെ ഭവതിയും ഭവതിയുടെ യോഗമായയാൽ അമ്പാടിയിൽ നന്ദഗോപൻ്റെ പത്നി യശോദയിലും ഒരു പുത്രിയായി പിറക്കണം. ഭൂമിയിൽ അംബിക, ദുർഗ, കാർത്യായനി, നാരായണി, ചണ്ഡിക, ഭദ്രകാളി, കൃഷ്ണവർണ്ണ, മഹാവൈഷ്ണവി, മാധവി, ഗൗരി, ഈശാനി, ശാരദ എന്നിങ്ങനെ പല നാമങ്ങളിലും ഭക്തജനങ്ങൾ അവിടുത്തെ വർണ്ണിച്ചു പൂജിക്കും. എൻ്റെ മായയായ ഭവതി തന്നെയാണ് ത്രിഭാവത്തിൽ ലക്ഷ്മിയും പാർവതിയും സരസ്വതിയുമായി വർത്തിക്കുന്നത് എന്ന് വിജ്ഞാനികൾ അറിയുകയും ചെയ്യും. ഇങ്ങനെ മഹാവിഷ്ണു യോഗമായയോട് പറയുന്നു. ഈ വിധം എല്ലാം പറഞ്ഞ് ധരിപ്പിച്ചതിനു ശേഷം മഹാവിഷ്ണു വീണ്ടും യോഗനിദ്രയിൽ ലയിച്ചു. ആ സമയം തന്നെ യോഗമായ എന്തു ചെയ്തു? മായാഭഗവതി ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ ആകർഷിച്ച് വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം ഗോപവനിതയായ യശോദയുടെ ഉദരത്തിൽ യശോദയുടെ പുത്രിയായി പിറക്കുന്നതിനു വേണ്ടി പ്രവേശിക്കുകയും ചെയ്തു. അതോടുകൂടി 7ാം മാസത്തിൽ
ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ള വാർത്ത എങ്ങും പരക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ദേവകിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന അനന്താംശമായ ആ പ്രജയെ ആകർഷിച്ച് ആരുടെ ഉദരത്തിലേക്കാണ് കൊണ്ടുപോയത്? യോഗമായ വസുദേവരുടെ തന്നെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ബലഭദ്രന് സംഘർഷണൻ എന്ന ഒരു പേര് കൂടി ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ദേവകീദേവിയുടെ ഗർഭം 7-ാം മാസത്തിൽ അലസിപ്പോയി എന്ന് ആരറിയുന്നു? കംസൻ അറിയുന്നു. അക്കാലത്ത് വസുദേവനും ദേവകിയും തങ്ങളുടെ സർവസങ്കടങ്ങളും സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണുവിൽ സമർപ്പിച്ചിട്ട് സദാസമയവും ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നു. ദേവകിയുടെ പുണ്യഗർഭത്തിൽ പുണ്യപുരുഷോത്തമൻ പുത്രഭാവത്തിൽ അവതരിക്കുവാനുള്ള സമയമങ്ങനെ അടുത്തടുത്തു വരികയാണ്. ലോകനാഥൻ്റെ തിരു അവതാരം എപ്പോഴാണ് എന്നുള്ള ചിന്തയോടുകൂടി ദേവന്മാർ സദാസമയവും ഭഗവാന്റെ സേവകൾ ചെയ്തും പൂമഴ പൊഴിച്ചുകൊണ്ടും ആകാശത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. നമ്മളാണെങ്കിലും അങ്ങനെയാണല്ലേ, എന്തെങ്കിലും ഒരു കാര്യം വരും എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ദേവന്മാർ ഇങ്ങനെ ആകാശത്തുകൂടി എപ്പോഴും നടന്നുകൊണ്ടിരുന്നു. തൻ്റെ സഹോദരി 8ാമത്തെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഈ വാർത്ത ആരറിയുന്നു? കംസൻ അറിയുന്നു. ഭയമായി കംസന്. പെട്ടെന്ന് തന്നെ കംസൻ ഓടി ദേവകിയുടെ അടുക്കലേക്ക് എത്തുന്നു. ആ സമയത്ത് ദേവകിയിൽ ഒരു പ്രഭ, ഉദയസൂര്യൻ്റെ പ്രഭയെ വെല്ലുന്ന ഒരു ദിവ്യമായ തേജസ് ദേവകിയുടെ ശരീരത്തിൽ പ്രസരിക്കുന്നതായി കംസൻ കാണുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും ഇവളുടെ ഗർഭധാരണ വേളയിൽ ഇത്രയും ശോഭ ഇവളിൽ കണ്ടിട്ടില്ല. എന്നെ വധിക്കുവാനുള്ള ദിവ്യ ശിശുവിനെ വഹിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കണം ഇവളിൽ ഇത്ര വലിയൊരു ശോഭ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ആ കുഞ്ഞിനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. അവനെ വളരുവാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെ ചിന്തിക്കുകയാണ് ആര്? കംസൻ. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ദേവകിയെ ഒന്ന് നോക്കിയിട്ട് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പുറത്തു ചെന്ന് കാവൽക്കാരോട് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണമെന്ന് ചട്ടം കെട്ടുകയും ചെയ്തു. ദേവകീദേവിയുടെ ആ പുണ്യമായ ഗർഭം പൂർത്തിയായി. ആ പുണ്യമുഹൂർത്തവും സമാഗതമായി. പാർവതീ സമേതം പരമശിവനും സരസ്വതീ സമേതം ബ്രഹ്മദേവനും സകല ദേവന്മാരും 64,000 യക്ഷ ഗന്ധർവ കിം പുരുഷന്മാരും അപ്സര സ്ത്രീകളും പ്രഹ്ലാദൻ, മഹാബലി തുടങ്ങിയ ഭക്ത ദാനവന്മാരും സപ്തർഷികളും അത്രി, അങ്കിരസ്, മരീചി, നാരദൻ തുടങ്ങിയ ബ്രഹ്മർഷികളും ബൃഹസ്പതി, ഭൃഗു തുടങ്ങിയ ആചാര്യന്മാരും ഭഗവാന്റെ തിരു അവതാരം കണ്ട് നയനസാഫല്യമടയുവാൻ ആകാശത്ത് നിരന്നു നിൽക്കുകയാണ്. ശ്രാവണ മാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന ദിവസം ബുധനാഴ്ച ചന്ദ്രൻ ഉച്ചനായി ഇടവം രാശിയിലും, ചൊവ്വ ഉച്ചനായി മകരം രാശിയിലും, ബുധൻ ഉച്ചനായി കന്യരാശിയിലും, ശനി ഉച്ചനായി തുലാം രാശിയിലും, ആദിത്യൻ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും, വ്യാഴം മീനത്തിലും, ശുക്രൻ തുലാത്തിലും രാത്രി 18 നാഴിക ഇരുട്ടിയതിനു ശേഷം മംഗളനാമ ചന്ദ്രക്രിയാവേളയിൽ
സർവദിക്കുകളും പ്രകാശിക്കുമാറ് നക്ഷത്രങ്ങൾ തെളിഞ്ഞ് ഉജ്ജ്വല ദീപ്തിയോടുകൂടി വിളങ്ങവേ ഇടവലഗ്നം കൊണ്ട് ലോകൈക നായകനായ ഭഗവാൻ പരംപുരുഷൻ നാരായണൻ സർവ വിഷ്ണു ചിഹ്നങ്ങളോടും കൂടി വസുദേവൻ്റെ പുത്രനായി ദേവകിയുടെ ദിവ്യഗർഭത്തിൽ തിരു അവതാരം ചെയ്തു. ഹരേ കൃഷ്ണ. ആ അവസരത്തിൽ ദേവന്മാർ ആകാശത്തു നിന്നുകൊണ്ട് വാദ്യങ്ങൾ മുഴക്കുകയും പുഷ്പങ്ങൾ പൊഴിക്കുകയും ചെയ്തു. കിന്നര ഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിച്ചു, അപ്സരസുകൾ നൃത്തം ചെയ്തു, സിദ്ധന്മാർ ഭഗവാന്റെ സ്വരൂപത്തെ ധ്യാനിക്കുകയും സകല ദേവന്മാരും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. ആ സമയം ദേവകിയുടെയും വസുദേവൻ്റെയും കൈകാലുകളിൽ ബന്ധിച്ചിരുന്ന ആ ഇരുമ്പു ചങ്ങല താനേ പൊട്ടി അകലുന്നു. അന്ധകാര നിബിഡമായിരുന്ന ആ കാരാഗ്രഹത്തിൽ, എങ്ങും കൂരിരുട്ട് മാത്രം വ്യാപിച്ചിരുന്ന ആ കാരാഗ്രഹത്തിൽ ഒരു സൂര്യൻ അല്ലെങ്കിൽ 1000 സൂര്യന്മാർ ഉദിച്ചതുപോലെയുള്ള പ്രകാശം പരക്കുകയാണ്. ആ സമയം പുറത്ത് ഇടിവെട്ടി മഴ പെയ്യുകയാണ്. കാരാഗ്രഹത്തിൻ്റെ ആ പരുപരുത്ത തിണ്ണയിൽ കൈകാലുകൾ കുടഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ട് ഒരു തങ്കപ്പൂമ്പൈതൽ കിടന്ന് ശയിക്കുന്നു. വാത്സല്യത്തോടുകൂടി ആ ശിശുവിനെ കയ്യിലേക്ക് കോരിയെടുക്കുവാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിൻ്റെ രൂപം മാറി. ആ കുഞ്ഞ് ശംഖുചക്രഗദാപത്മങ്ങൾ അണിഞ്ഞ 4 തൃക്കൈകളോടും മിന്നിത്തിളങ്ങുന്ന മണിരത്ന കിരീടത്തോടും ഗണ്ഡമണ്ഡല ശോഭിതങ്ങളായ മകരകുണ്ഡലങ്ങളോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും കൗസ്തുഭ രത്നഹാരത്തോടും തരിവള കടകം കാഞ്ചി തുടങ്ങിയ വിഭൂഷകളോടും കായാമ്പൂ നിറം കവർന്ന കമനീയ കളേബരത്തോടും ചെന്താമരപ്പൂക്കളുടെ ദളങ്ങളോട് ഉപമിക്കുന്ന രീതിയിലുള്ള നയനങ്ങളോടും കരുണാമൃതം ചൊരിയുന്ന മൃദുല വീക്ഷണങ്ങളോടും പീതാംബരം ചുറ്റിയുടുത്ത അരക്കെട്ടോടും കിങ്ങിണി ജാലം കിലുങ്ങുന്ന തൃക്കാലുകളോടും കൂടി വിഷ്ണുരൂപം പ്രാപിച്ചു നിൽക്കുന്നതു കണ്ട് പുളകമണിയുകയാണ് ആ മാതാപിതാക്കൾ. എന്നിട്ട് ആ മാതാപിതാക്കൾ സർവേശ്വരനായ മഹാവിഷ്ണുവിനെ ആ സർവവിഷ്ണു ചിഹ്നങ്ങളോടും കൂടി തങ്ങളുടെ മുമ്പിൽ അവതരിച്ചു നിൽക്കുന്ന, പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ആ സർവേശ്വരനെ, ആ മഹാവിഷ്ണുവിനെ അവർ താണു തൊഴുകയാണ്. അതായത് പ്രസവിച്ചു കിടന്ന ആ കൊച്ചു കുഞ്ഞിനെ എടുക്കുവാനായി ദേവകീദേവി കൈ നീട്ടിയപ്പോഴാണ് ശിശു ഈ വിധത്തിലുള്ള സർവവിഷ്ണു ചിഹ്നങ്ങളോടും കൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതോടുകൂടി ആ മാതാപിതാക്കൾക്ക് മനസ്സിലായി, സാധാരണക്കാരനായ ഒരു ബാലനല്ല ഇവിടെ അവതരിച്ചിരിക്കുന്നത്, ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, തങ്ങളുടെ രക്ഷകനാണ് എന്ന് ആ മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നു. ആ സമയത്ത് അവിടെ വെച്ച് വസുദേവർ പറയുകയാണ്, മനസ്സിൽ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? 10,000 പശുക്കളെ ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു കൊള്ളാമെന്ന് ആ നിമിഷം സന്തോഷത്തോടു കൂടി വസുദേവര് മനസ്സിൽ പറയുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി അവിടുന്ന് അടിയങ്ങളുടെ പുത്രനായി പിറക്കാൻ മാത്രം അടിയങ്ങൾ എന്തു പുണ്യമാണ് ചെയ്തത് എന്ന് വസുദേവര് ചോദിക്കുന്നു. ആ സമയം ദേവകി സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ ഒരു പക്ഷേ സങ്കടത്തോടു കൂടിയും
കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. സങ്കടവും സന്തോഷവും ഇടകലർന്ന് ആ ഒരു വികാരത്തോടു കൂടി ദേവകീദേവി ഭഗവാനോട് ചോദിക്കുകയാണ്. 14 ലോകങ്ങളും അവിടുത്തെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള അവിടുന്ന് അടിയൻ്റെ ഉദരത്തിൽ വന്ന് പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഭഗവാനെ, ഇത് അടിയൻ്റെ മായയോ സ്വപ്നമോ? എന്താണിത്? ദുഷ്ടനായ കംസൻ ഞങ്ങളെ ചങ്ങലക്കിട്ട് പൂട്ടി ഈ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. ചുറ്റും കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. അവിടുന്ന് അടിയൻ്റെ പുത്രഭാവത്തിൽ ജനിച്ചു എന്നറിഞ്ഞാൽ ആ ദുഷ്ടൻ ഇവിടെ വന്ന് എന്തു ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. കരുണാനിധേ, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയമില്ല എന്ന് ദേവകീദേവി മഹാവിഷ്ണുവിനോട് പറയുകയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ 14 ലോകങ്ങളും വിളങ്ങുന്നു. അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ ദേവകീദേവിയുടെ ഉദരത്തിൽ ജനിച്ചത്. അതിനുള്ള എന്തു ഭാഗ്യമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ അരുളി ചെയ്യുകയാണ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ പുണ്യം കൊണ്ടും തപസിദ്ധി കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നത്. മുൻജന്മത്തിൽ നിങ്ങൾ കശ്യപനും അദിതിയുമായിരുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ പുത്രനായി പിറന്നിരുന്നു. അന്ന് വാമനനായിട്ടാണ് പിറന്നത്. പക്ഷേ നിങ്ങൾക്കെന്നെ സ്നേഹിക്കുവാനും എൻ്റെ കുസൃതികൾ കാണാനും എന്നെ ലാളിക്കുവാനും ഉള്ള ഭാഗ്യം ഉണ്ടായില്ല. ആ സമയത്ത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ യുഗത്തിൽ നിങ്ങളുടെ പുത്രനായി ഞാനിവിടെ അവതരിച്ചിരിക്കുന്നത്. ആദ്യം പ്രശ്നിയും സുതപസ്സുമായിരുന്നു നിങ്ങൾ. ദമ്പതികളായിരുന്നു പ്രശ്നിയും സുതപസ്സും. പിന്നീട് കശ്യപനും അദിതിയുമായി നിങ്ങൾ ജന്മമെടുത്തു. പ്രശ്നിയുടെയും സുതപസ്സിൻ്റെയും തപസ്സിൻ്റെ ഫലമായി ഞാൻ അവർക്ക് പ്രശ്നകൻ എന്ന പേരിൽ ഒരു പുത്രനായി ജനിച്ചിരുന്നു. പിന്നീട് നിങ്ങൾ അദിതിയും കശ്യപനുമായപ്പോൾ വാമനനായി ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിച്ചു. ഇപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും നിങ്ങളുടെ പുത്രനായി ജനിച്ചിരിക്കുന്നു. അതായത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിങ്ങളുടെ പുത്രഭാവത്തിൽ ജനിക്കുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു പറയുകയാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എൻ്റെ വിശ്വരൂപം മറച്ച് പഴയപടി പൈതലിൻ്റെ ആകൃതി ഞാൻ സ്വീകരിക്കും. അച്ഛൻ എന്നെയും കൊണ്ടുചെന്ന് നേരെ അമ്പാടിയിലേക്ക് പോകണം. അവിടെ നന്ദഗോപൻ്റെ ഗൃഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ യശോദ ഈ സമയത്ത് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. ആ പ്രസവം ആരും അറിഞ്ഞിട്ടില്ല. യോഗമായയുടെ ശക്തി കൊണ്ടാണ് അതാരും അറിയാതിരുന്നത്. ഇപ്പോൾ എല്ലാവരും ഗാഠനിദ്രയിലാണ്. എന്നെ യശോദയുടെ കുട്ടി എന്നുള്ള നിലയിൽ ആ ദേവിയുടെ അരികത്തു കിടത്തിയിട്ട് ആ പെൺകുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് പോരണം. അച്ഛൻ തിരിച്ചു വരുന്നത് വരെ കംസനോ അവൻ്റെ ഭടജനങ്ങളോ കാവൽക്കാരോ ആരും അറിയുകയുമില്ല എന്ന് ഭഗവാൻ മഹാവിഷ്ണു വസുദേവരോട് പറയുന്നു. അതിനുശേഷം മഹാവിഷ്ണു തൻ്റെ വിഷ്ണു ചിഹ്നങ്ങളെല്ലാം ഉപസംഹരിക്കുകയും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപം കൈവരിച്ച് നിലത്തു കിടക്കുകയും ചെയ്തു. ആ കുഞ്ഞിനെ കണ്ടതും ദേവകീദേവിക്ക് മാതൃഭാവം ഉണ്ടായി. ആ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ച് വീണ്ടും വീണ്ടും ചുംബിച്ച് കരഞ്ഞുകൊണ്ട് ചുംബിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ തൻ്റെ ഭർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാനായിട്ട് സാധിച്ചുവോ? സാധിച്ചെങ്കിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. സാധിക്കാത്തവർ വീണ്ടും ഒരു തവണ കൂടി കേട്ടിട്ട് ഈ രംഗങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ചോദ്യം: വസുദേവരുടെയും ദേവകി റാണിയുടെയും
മുൻജന്മം അത് അവരാരായിട്ടാണ് ജനിച്ചത്, അവരുടെ പുത്രൻ ആരായിരുന്നു. അതായത് ഈ ജന്മത്തിൽ അവർ വസുദേവനും ദേവകിയുമാണ്. മുൻ ജന്മത്തിൽ അവരാരായിരുന്നു, ആരാണ് അവർക്ക് പുത്രനായി ജനിച്ചത്, ആ പുത്രൻ്റെ പേരെന്താണ്. അതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.